ഡ്രീം റൈഡ് K2Kക്ക് ശേഷം അല്ലെങ്കിൽ നമ്മുടെ ലഡാക്ക് റൈഡിന് ശേഷം ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന വ്ളോഗിംഗ് ഉള്ള അടുത്ത ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കേരള റൈഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മുക്കും മൂലയും പറ്റുന്നിടത്തെല്ലാം പോവുക, അവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം വ്ളോഗ് ചെയ്യുക. അപ്പോൾ ലഡാക്ക് റൈഡ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഞാൻ വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ വലിയ രീതിയിൽ വ്ളോഗിങ് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല, എല്ലാം വഴിയാണ്. അപ്പോൾ പക്ഷേ ഇവിടെ നിന്ന് എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്നുള്ളതും ഞാൻ കൊണ്ടുപോകുന്ന യൂസ് ചെയ്യുന്ന ബാഗുകളും ചെറിയ കുറച്ച് കാര്യങ്ങളെല്ലാം ഒന്ന് ഓടിച്ചൊന്ന് കാണിക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി കാഴ്ചകൾ മൊത്തം ഓൺ റോഡും പിന്നെ അവിടെ ചെല്ലുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അടുത്ത വീഡിയോ, നമ്മുടെ ഈ റൈഡ് സംബന്ധമായിട്ടുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ചറവറാണ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സാധനങ്ങളെല്ലാം വെച്ചേക്കുന്ന റൂം ഇതാണ്. ആദ്യം തന്നെ നമ്മൾ പുതിയൊരു ഐറ്റമാണ് പരിചയപ്പെടുന്നത്. നമ്മുടെ ലഡാക്ക് റൈഡിൽ ഇല്ലാത്ത ഒരു BBJയുടെ ഒരു ടാങ്ക് ബാഗ് ആണിത്. ഇത് നമ്മുടെ റോഹിൻ മച്ചാൻ്റെ ആണ്. റോഹിൻ മച്ചാൻ പുതുതായിട്ട് മേടിച്ചിട്ട് നമുക്ക് ഈ ഒരു റൈഡിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം ഈ ഒരു ബാഗിനകത്ത് നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മുടെ ബാഡ്ജ്, നമ്മുടെ ക്യാമറ അക്സസറീസ്, അതുപോലുള്ള പെട്ടെന്ന് എടുക്കേണ്ട കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം നമ്മൾ ഇതിനകത്താണ് വെച്ചേക്കുന്നത്. നമ്മുടെ ടീഷർട്ടും ബാഡ്ജും സ്റ്റിക്കറും പിന്നെ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ബാഗാണ്. ഈ ഒരു ഓറയിലാണ് സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം വെച്ചേക്കുന്നത്. പിന്നെ ഇത് മഴയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് റെയിൻ കവറും കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അപ്പം ഈ ഒരു ബാഗിൻ്റെ ഒരു റിവ്യൂ നമ്മൾ ഈ ഒരു റൈഡ് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടാങ്ക് ബാഗിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പം ഇതാണ് നമ്മൾ ആദ്യം കൊണ്ടുപോകുന്ന ബാഗ്. പിന്നെ നിങ്ങൾ എൻ്റെ ലഡാക്ക് റൈഡ് കണ്ടവർക്കറിയാം, നമ്മുടെ റെനോക്സിൻ്റെ സാഡിൽ ബാഗാണ്. ഇതിപ്പം ഒരു സൈഡ് സാഡിൽ ബാഗ് നമ്മൾ നിറച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെച്ചേക്കുന്നത് നമ്മുടെ ആ പഴയ സ്ലീപ്പിംഗ് ബാഗും ഒപ്പം തന്നെ നമ്മുടെ ഒരു പാൻറ് ഉണ്ടായിരുന്നു, അത് ഇതിനകത്ത് കയറ്റി വെച്ചേക്കാണ്, റൈഡിങ് പാൻറ്. ഇപ്പം ഇന്ന് ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അതെടുത്ത് അതിനകത്തുനിന്ന് ഇട്ടിട്ടായിരിക്കും പോകുന്നത്. പിന്നെ നമ്മുടെ ടെൻറ്റ്, പിന്നീട് നമ്മുടെ ഒരു സൈഡിലുള്ള സാഡിൽ ബാഗ് എടുക്കണം. അതിനകത്ത് നമ്മുടെ തുണിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വലുതായിട്ടൊന്നും കൊണ്ടുവന്നില്ല. പിന്നെ നമ്മുടെ ജാക്കറ്റ്, പിന്നെ നമ്മുടെ ബൂട്ട് എല്ലാം ഉണ്ട് കേസ്. അപ്പം നമ്മൾ ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് ഇവിടുന്ന് ഇറങ്ങാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ മൊത്തം പകർത്തുന്നത് നമ്മളിപ്പം ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന iPhone X, പിന്നെ നമ്മുടെ റൈഡിങ്ങിൻ്റെ ടൈമിങ്ങിൽ നമ്മൾ പകർത്താനായിട്ട് നമ്മുടെ ഒരു SJയുടെ 6 ലെജൻഡ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. നമ്മുടെ GoPro 7 ആണ് കയ്യിരുന്നത്. അത് ചെറിയൊരു കംപ്ലൈൻറ്റ് കാണിച്ചുകൊണ്ട് നമ്മളത് തിരിച്ച് റിട്ടേൺ ചെയ്തിരിക്കുകയാണ്. പിന്നീട് ഇതെല്ലാം കുത്തിയിടാനായിട്ട് നമ്മളൊരു കണക്ഷൻ കേബിള്, ബാക്കിയുള്ള കാര്യങ്ങൾ, ഇത്രയൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്ന സംഭവങ്ങൾ. അല്ല വലിയ രീതിയിലൊന്നും സാധനമൊന്നും കൊണ്ടുപോകുന്നത്. ഇവിടുന്ന് കുറച്ച് പവർ ബാങ്ക് കാര്യങ്ങളൊക്കെ എടുത്തു. To the sea for a getaway, car top down and we're driving just to feel young. Moving away to the sea, moving away, can't you see? Sand in your feet, feel the breeze in the summertime. Stars in the sky, one dime for a first time. Moving away to the sea, moving away, can't you see? We'll drink honey by the ocean, it's our favorite potion. Come on baby, let me tell you one time that our days will never end, yeah. No, I did. പോയിക്കൊണ്ടിരിക്കുന്ന ആയൂരോട്ടാണ്. അപ്പം മെയിനായിട്ട് ഇനി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ അടിക്കണം. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടാങ്ക് ബാഗ് നമ്മൾ ഇതിനകത്ത് വെച്ച് കെട്ടിപ്പോയായിരുന്നു. ഇനിയിപ്പം എന്തായാലും ഈ ഒരു ടാങ്ക് ബാഗ് അഴിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഇതിനകത്ത് പെട്രോൾ അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ യാത്രയിൽ നമ്മൾ ഈ ഒരു വണ്ടിക്ക് നമ്മുടെ ഹിമാലയൻ BS4 മോഡലിന് എത്ര മൈലേജ് കിട്ടുന്നു എന്നെല്ലാം ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കും. ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു ട്രിപ്പിന് എത്ര രൂപ നമുക്ക് ചിലവാകുന്നു എന്നെല്ലാം ലൈവ് അപ്ഡേഷനായിട്ട് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പം പോകുന്നതെന്ന് പറഞ്ഞാൽ നാളെയാണ് നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള നമ്മുടെ റൈഡിൻ്റെ ഫ്ലാഗ് ഓഫും റൈഡും എല്ലാം നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നപ്പോൾ ഞാൻ ചെറിയൊരു ഡെമോ ആയിട്ട് ഇന്നേ ഇറങ്ങിയതാണ്. അപ്പോൾ നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും എൻ്റെ കഴിഞ്ഞ റൈഡിൽ എനിക്ക് കിട്ടിയൊരു അനുഭവമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് പിടിച്ചങ്ങ് ഇറങ്ങി പോകുമ്പോഴത്തേന് കുറച്ച് കാര്യങ്ങളിലൊക്കെ ഒരു ടൈറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മളൊരു ഡെമോ റൈഡ് അതോടനുബന്ധിച്ചിട്ട് ഇപ്പം ഈ ഒരു ബൂട്ട് പോലും ഞാനിപ്പോൾ 3 മാസത്തിന് ശേഷം ഇടുമ്പോഴത്തേന് എനിക്കൊന്ന് കാലിലോട്ടൊന്ന് ഇണങ്ങിച്ചേരാൻ കുറച്ച് സമയം വേണ്ടി വരും. ആ ഒരു സമയമാണ് ഇന്ന് വൈകിട്ട് മുതൽ നാളെ രാവിലെ വരെ ഞാൻ കൊടുക്കുന്നത്.
സെക്കൻഡ് താമസമുണ്ട്. നമ്മളൊരു ബാഗൊക്കെ ഒരു ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തുടങ്ങിയില്ലേ? ഓക്കെ. ഇതാണ് ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലം. ഇതാണ് ഇപ്പം നമ്മുടെ ആയൂരിന്ന് പൊന്മുടിയിലോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമ്മുടെ ജടായു പാറ എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഇവിടെ നോക്കിയാൽ ഗരുഡൻ പാറ എന്നൊക്കെ പറയും. ഇപ്പം വലിയൊരു ടൂറിസ്റ്റ്, ഏഷ്യയിലെ തന്നെ നമ്പർ 1 പക്ഷി ശില്പം അങ്ങനെ വേണ്ടൊക്കെ എത്ര ഇതുണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല, ആരും ട്രോളല്ലേ. അപ്പോൾ പിന്നെ ഇതാണ് ജടായു പാറ. അപ്പോൾ ഇതുവഴി ഇവിടുന്ന് റൈറ്റിലോട്ട് പോയിട്ടാണ് ആ ജടായു പാറയിൽ പോകാനായിട്ട് ഇതാണ് ഇങ്ങോട്ടുള്ള റോഡാണ് പോകേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ പൊന്മുടി പോകുന്നതുകൊണ്ട് നേരെ പോവാണ്. നമ്മൾ ഈ ജടായു പാറയുടെ ഒരു വ്ലോഗ് നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൻ്റെ ഫുള്ള് സ്ഥലങ്ങളെ കവർ ചെയ്തുകൊണ്ട് ഒരു അടിപൊളി ഒരു വ്ലോഗ് വരുന്നുണ്ട്. അതിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ജടായു പാറയുടെ വ്ലോഗ് വരും. ഓക്കെ, അങ്ങനെ നമ്മൾ ഓടി ഒരു കാട്ടിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതുവരെ ഇപ്പം ഇവിടെ മേലോട്ടും കാടാണ്, താഴോട്ടും കാടാണ്. ഫുള്ളൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നു. നമ്മുടെ സേവ് ദി നേച്ചർ എന്നൊരു ടോപ്പിക് എടുക്കാൻ തന്നെ കാര്യം ഇതാണ്. നമ്മുടെ പ്രകൃതിയെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു 30-35 കിലോമീറ്റർ ഓടി കാണും. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുമതി വളം എന്ന് പറയും. കുറേ പേര് ടിക്ടോക്കിലൂടെയൊക്കെ ഫേമസ് ആക്കിയെടുത്ത സ്ഥലമാണ് കേട്ടോ സുമതി വളം എന്ന് പറഞ്ഞാൽ. അതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒന്നും ഇപ്പം ഞാൻ പരാമർശിക്കുന്നില്ല. എന്തായാലും ഇതാണ് സുമതി വളവ്. അപ്പം ഇവിടുത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു ദിവസം ഡീറ്റെയിൽ ആയിട്ടൊരു വ്ലോഗ് ചെയ്യാം. ഇവിടെ രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് ഒരുപാട് പേര് ഇത് പിന്നെ മുതലെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒരുപാട് പേര് ടിക്ടോക്കിലൊക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇവിടെ വന്ന് രാത്രി കിടന്ന് ശല്യവും ബഹളമൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പം ഇതുവഴി പൊന്മുടിയിലോട്ട് പാസ് ചെയ്ത് പോയ സമയത്ത് നമ്മുടെ ജാബിർ പറഞ്ഞു ഇതാണ് സുമതി വളവെന്ന്. ഞാൻ ഇതേവരെ ഇവിടെ വന്നിട്ടില്ലായിരുന്നു, അങ്ങനെ നിർത്തിയതാണ്. ഇപ്പം എന്തായാലും ഇവിടുന്ന് നമ്മൾ നേരെ പാലോടിറങ്ങും. പാലോട് നിന്ന് നേരെ പൊന്മുടിയിൽ ഇന്ന് വിതുരയിലാണ് സ്റ്റേ പറഞ്ഞേക്കുന്നത്. അവിടുന്ന് സ്റ്റേ ചെയ്യുക, അവിടുന്ന് നേരെ പൊന്മുടിയിലോട്ട്. അങ്ങോട്ടുള്ള റോഡൊക്കെ കുറച്ച് ഭയങ്കര മോശമാണ് കേട്ടോ. ഇപ്പൊ റോഡിന്റെ പണിയാണെന്നൊന്നും അറിയൂല. എന്തായാലും ഈ സൈഡിലുള്ള കുറച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ മുറിച്ച് മാറ്റുന്നുണ്ട്, പിന്നെ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു റോഡ് പണി തുടങ്ങാനുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല ഇതുവഴി പോകുമ്പോഴത്തേന് വൃക്ഷങ്ങൾ 2 സൈഡിലും ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല ഒരു തണുപ്പാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. നല്ലൊരു തണുപ്പ് തന്നെയാണ്. ഈ ഒരു സമയമാണ്, ഉച്ചയ്ക്ക് എങ്ങനെയാണെന്ന് അറിയൂല. എന്തായാലും ഈ നല്ലൊരു തണുപ്പ് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഫോറസ്റ്റിൻ്റെ ഒക്കെ ഒരു പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വിതുരയിൽ സ്റ്റേ അറേഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ RSB ഉള്ളൊരു പയ്യനാണ്, ഇവനാണ് ശരത്ത്, വിതുരയിലുള്ളതാണ്. അപ്പം പൊന്മുടിയിൽ വരുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമായിട്ട് പെട്ട് നിന്ന് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെങ്കിൽ മച്ചാനെ വിളിച്ചാൽ നാളത്തെ വ്ലോഗിൽ ഞാൻ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്തായാലും നാളെ പൊന്മുടി കയറുന്നുണ്ട്. ഇപ്പോൾ ഉള്ളത് വിതുരയിലാണ്. ഇപ്പം ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് ഇവിടെ സ്റ്റേ അടിച്ച് ഇനിയിപ്പം ഒന്ന് ഫ്രഷ് ആയിട്ട് നാളെ തൊട്ട് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം എന്താ പറയുക, മച്ചാൻ ഒരു വൈ പറഞ്ഞേ. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. അപ്പം നിങ്ങൾ ഈ ഒരു സീരീസ് മൊത്തം കാണാനായിട്ട് ദയവ് ചെയ്തിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ. അടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടെ ഒക്കെ ചവിട്ടി പൊട്ടിച്ചേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.